പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇന്ന് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ അടുത്ത് മൾട്ടിപ്പിൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ വോട്ടിംഗ് ഉള്ള ഇത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സർക്കുലറാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. Instances have come to notice that few electors are found to be enrolled in the electoral roll more than once in few polling station എന്നൊക്കെ തുടങ്ങിയിട്ട് മൾട്ടിപ്പിൾ വോട്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻ ഓർഡർ ടു എൻഷുർ ഫെയർ ഇലക്ഷൻ പ്രോസസ് ഇൻസ്ട്രക്ഷൻ വെർ ഇഷ്യൂഡ് ഫ്രം CEO's ഓഫീസ് വൈഡ് റെഫറൻസ് 1 ഹോണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഇൻ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് ഇൻ 8034 ഓഫ് 2021 എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രൊസീജിയറുകൾ പറയുന്നു. ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആർ ബീയിങ് ഇഷ്യൂഡ് ഇൻ ദ കംപ്ലയൻസ് ഓഫ് ദ ജഡ്ജ്മെൻറ്റ്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ താഴെയുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. ആ നിർദ്ദേശങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്, പോളിംഗ് ഒഫീഷ്യൽസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. DEOs, ROs, AROs അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആൻഡ് ഓൾ പേഴ്സണൽസ് ഓൺ പോളിംഗ് ഡ്യൂട്ടി are duty bound to take all the possible steps to prevent multiple voting or impersonated voting. They are instructed to strictly enforce Election Commission of India guidelines on ASD voters. ASD വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള എല്ലാ ഗൈഡ്ലൈൻസുകളും എല്ലാ പോളിംഗ് ഒഫീഷ്യൽസും നിർബന്ധമായി പാലിക്കണം എന്നുള്ളതാണ്. ASD വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ 18.2 to 18.4 പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിലുള്ള 18.2 to 18.4 വരെയുള്ള ഭാഗം ASD വോട്ടേഴ്സിനെ പ്രതിപാദിക്കുന്നതാണ്. മാത്രമല്ല ചാപ്റ്റർ 10ലും ASD ആബ്സെൻറ്റി ഷിഫ്റ്റ് ഡെത്ത് വോട്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 18.2 to 18.4 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ആ 18.2 to 18.4 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ ലിസ്റ്റ് ഓഫ് ഡെഡ് ആബ്സെൻറ്റീസ് ആൻഡ് അലിഗഡ് ബോഗസ് വോട്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആണ് നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഭാഗം മുതൽക്കാണ് ശ്രദ്ധിക്കാനുള്ളത്. You have received among the other polling materials the ASD list supplied by the returning officer. ASD ലിസ്റ്റ് നമുക്ക് റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുക. If any person claims to be an elector whose name is mentioned in those lists, you shall check that person's identity rigorously with the help of electoral photo, identity card or any of the alternative documents of identification specifically permitted by the കമ്മീഷൻ. അതായത് ASD ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഒരാൾ നമ്മുടെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രേഖ വളരെ റിഗറസ് ആയി തന്നെ, വളരെ ശ്രദ്ധാപൂർവം തന്നെ പരിശോധിച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതാണ്. ദിസ് വിൽ നോട്ട് എമൗണ്ട് ടു ബി എ ഫോർമൽ ചാലഞ്ച്. അതൊരു ചലഞ്ച് വോട്ട് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്നുള്ള രീതിയിലേക്കല്ല പോകേണ്ടത് എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ 18.2 എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ASD ലിസ്റ്റ് നമുക്ക് റിട്ടേണിംഗ് ഓഫീസർ സപ്ലൈ ചെയ്യും എന്നുള്ള രീതിയിലാണ്. യു ഹാവ് റിസീവ്ഡ് എമംഗ് അതർ പോളിംഗ് മെറ്റീരിയൽസ് ദ ASD ലിസ്റ്റ് സപ്ലൈഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ എന്നൊരു സെൻറ്റൻസ് ഇവിടെയുണ്ട്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും നമുക്ക് ASD ലിസ്റ്റ് ലഭിക്കും. നമ്മുടെ പോളിംഗ് ബൂത്തിൽ അങ്ങനെയുള്ള സമ്മതിദായകരുണ്ട് എന്നുണ്ടെങ്കിൽ. ഇനി ചലഞ്ചർ വോട്ടും ചലഞ്ചിങ് എ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം ഒന്ന് നമ്മൾ വിശദമായിട്ട് വായിച്ചു നോക്കണം. ഇനി നമുക്ക് വീണ്ടും സർക്കുലറിലേക്ക് തന്നെ പോകാം. After finalizing the verification of DSC or ASD, the polling station wise list of ASD be furnished to the candidates and presiding officers forthwith. അതായത് ASD ലിസ്റ്റ് കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനും ലഭ്യമാക്കും എന്നുള്ളതാണ്. അതായത് ഗ്രൗണ്ട് ലെവലിലുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം
ASD ലിസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന് ലഭ്യമാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസേഴ്സ് ആർ ആൾസോ ഡയറക്റ്റഡ് ടു കോസ് എ പബ്ലിക് നോട്ടീസ് ത്രൂ പ്രസ് റിലീസസ്, സോഷ്യൽ മീഡിയ, പോസ്റ്റേഴ്സ് ഇൻ പോളിംഗ് ബൂത്ത് എക്സെട്ര, cautioning the voters that any attempt to cast multiple or impersonated voting will attract strict action and punishable with an imprisonment up to 1 year or fine or both 171F of the Indian Penal Code. അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർ പബ്ലിക് നോട്ടീസിലൂടെയും പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും ഒക്കെ തന്നെ മൾട്ടിപ്പിൾ വോട്ടിംഗ് ചെയ്താലുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടതാണ് പബ്ലിക്കിനെ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി നാലാമത്തെ ഇതിലത്തെ നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ഡു ദ ഐഡൻറ്റിറ്റി ചെക്ക് ഓഫ് ദ ASD വോട്ടർ ബൈ വെരിഫൈയിങ് ഹിസ് ഓർ ഹെർ വോട്ടർ ID, EPIC or any other alternative document prescribed by the Election Commission of India. അതായത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് സാധാരണ രീതിയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക. ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് പുറമെ പ്രിസൈഡിംഗ് ഓഫീസർ കൂടി ASD വോട്ടർ ലിസ്റ്റിൽ വരുന്ന ആളുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കേണ്ടതാണ്. മറ്റൊന്ന്, പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ആൾ ASD വോട്ടേഴ്സ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ പോളിംഗ് ബൂത്ത് ഓൺ ദെയർ മൊബൈൽ ഫോൺ. പ്രിസൈഡിംഗ് ഓഫീസർ അവരുടെ മൊബൈൽ ഫോണിൽ എല്ലാ ASD വോട്ടർമാരുടെയും ഫോട്ടോ പകർത്തേണ്ടതാണ്, ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ ASD ലിസ്റ്റിലുള്ള വോട്ടർമാരുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് പ്രിസൈഡിംഗ് ഓഫീസർ എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയുണ്ട്. ആറാമത്, പോളിംഗ് ഓഫീസർ ഷാൾ ആൾസോ ഒബ്റ്റെയിൻ ദ ഡിക്ലറേഷൻ ഓഫ് ആൾ ദ ASD വോട്ടേഴ്സ് ഇൻ ദ ടേംസ് ഓഫ് സെക്ഷൻ 31 ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. അതായത് ASD വോട്ടേഴ്സിൽ നിന്നും ASD വോട്ട് ഉൾപ്പെട്ട ആളുകളിൽ നിന്നും നമ്മൾ ഒരു ഡിക്ലറേഷൻ എഴുതി വാങ്ങേണ്ടതുണ്ട്. അത് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൻ്റെ അനക്ഷർ 16 ആയിട്ട് ആ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ASD വോട്ട് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരാൾ നമ്മുടെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കണം, അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് രേഖകളൊക്കെ വ്യക്തമായി പരിശോധിക്കണം. അതിനുശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കണം. അതിനുശേഷം അനക്ഷർ 16 പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൊരു ഡിക്ലറേഷൻ, ആ ഡിക്ലറേഷൻ ഞാനിപ്പോൾ സ്ക്രീനിൽ ഒന്ന് കാണിക്കാം. ഈ ഡിക്ലറേഷൻ ഈ രീതിയിലുള്ളൊരു ഡിക്ലറേഷനാണത്. ഈ ഡിക്ലറേഷൻ ആ വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ള സമ്മതിദായകൻ്റെ കയ്യിൽ നിന്നും നമ്മൾ ഫിൽ ചെയ്ത് വാങ്ങണം എന്നുള്ളതാണ്. അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് വായിക്കാം. I hereby solemnly declare and affirm that I am the same person whose name appears at serial number of part number എന്നുള്ള രീതിയിൽ of the existing electoral roll of the dash constituency which was prepared or revised with respect to first date of January എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ്. അതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും വാങ്ങണം, പേര് എഴുതണം. അതിന് താഴെ നമ്മളൊരു സർട്ടിഫിക്കേഷൻ കൂടി കൊടുക്കണം. സർട്ടിഫൈഡ് ദാറ്റ് ദ above declaration was made and subscribed by the elector above named before me എന്നുള്ള രീതിയിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പ്, നെയിം, നമ്പർ ആൻഡ് നെയിം ഓഫ് പോളിംഗ് സ്റ്റേഷൻ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡിക്ലറേഷനിൽ നമ്മൾ ASD ലിസ്റ്റിൽപ്പെട്ട ആളുകൾ വരുമ്പോൾ അവരിൽ നിന്നും എഴുതി വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഇതിലത്തെ ഈ സീരിയൽ നമ്പർ, പാർട്ട് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എപ്പിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ലിസ്റ്റിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ electoralsearch.in എന്നുള്ളതിൽ നിന്നും കണ്ടെത്താവുന്നതുമാണ്. നമുക്ക് തരുന്ന ASD ലിസ്റ്റിൽ തന്നെ ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിക്ലറേഷൻ എഴുതി വാങ്ങണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ബാക്കി നിർദ്ദേശങ്ങളിലേക്ക് തന്നെ പോവാം. പോളിംഗ് ഓഫീസർ ഷാൾ ആൾസോ ഗെറ്റ് ദ തമ്പ് ഇംപ്രഷൻ ഓഫ് ആൾ ദ ASD വോട്ടേഴ്സ് ഈവൻ ഇഫ് ദ ഗീവ് ദെയർ സിഗ്നേച്ചർ. അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൈകാര്യം ചെയ്യുന്ന 17A രജിസ്റ്ററിൽ ASD വോട്ടർമാരുടെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ASD വോട്ടർമാരുടെ സിഗ്നേച്ചർ വാങ്ങണം. അതിനോടൊപ്പം തന്നെ അവരുടെ തമ്പ് ഇംപ്രഷൻ കൂടി വാങ്ങണം. സിഗ്നേച്ചറിനോടൊപ്പം തന്നെ തമ്പ് ഇംപ്രഷൻ കൂടി വാങ്ങണം. ഇത് മുന്നേ വന്നിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ വോട്ടേഴ്സ് കൂടി വന്ന സാഹചര്യത്തിൽ ഇത് ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. അപ്പോൾ ASD വോട്ടേഴ്സ്, ASD ലിസ്റ്റിലുള്ള വോട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സിഗ്നേച്ചറിന് പുറമെ തമ്പ് ഇംപ്രഷൻ കൂടി നമ്മൾ വാങ്ങിയിരിക്കണം എന്നുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസർ മസ്റ്റ് എൻഷുർ ഇൻഡെലിബിൾ ഇങ്ക് ഈസ് ഡ്രൈഡ് ബിഫോർ അലൗവിങ് എനി വോട്ടർ ടു വോട്ട്. അതായത് ആ മഷി, നമ്മൾ വിരലിൽ പുരട്ടുന്ന മഷി ഉണങ്ങിയിട്ടുണ്ട് എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ the district election officer and district police chiefs or commissioners of police are also directed to ensure that sufficient central and state forces are deployed in all the polling booths, especially in any polling booths found to be in a
in a disturbed area. All necessary measures to be taken to ensure the directions contained in the above judgment are complied. Ensure the safety of the polling agents of all political parties and facilitate for the presence of polling agents of all political parties in the polling station. എന്നുള്ള രീതിയിലൊരു നിർദ്ദേശം, അത് പോലീസുകാർക്കും പ്രൊട്ടക്റ്റീവ് ഫോഴ്സിനുമൊക്കെയുള്ള നിർദ്ദേശമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, പോളിംഗ് ഓഫീഷ്യൽസിനെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് ASD വോട്ടേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വോട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനുള്ളത്. ASD ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ നമ്മുടെ ബൂത്തിലുണ്ടെങ്കിൽ അവർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ് അതിൻ്റെ ചാർജ് ഉള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിയൽ രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം, ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും കൃത്യമായി രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിൽ നിന്നും ഒരു ഡിക്ലറേഷൻ, ഞാൻ നേരത്തെ കാണിച്ചൊരു ഡിക്ലറേഷൻ എഴുതി വാങ്ങണം. പ്ലസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കണം. 17A രജിസ്റ്ററിൽ സിഗ്നേച്ചറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷനും വാങ്ങണം. ഈ മൾട്ടിപ്പിൾ വോട്ടിങ്ങിൻ്റെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സർക്കുലറാണ് ഇത്. അതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കുലർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലിടാം. ബാക്കി ഞാൻ കാണിച്ചിട്ടുള്ള ഈ 2 കാര്യങ്ങൾ, അതായത് 18.2 മുതൽ 18.4 വരെയുള്ള ഭാഗം നമ്മുടെ ഹാൻഡ് ബുക്കിലുണ്ട്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്കിലുണ്ട്. ഈ ഡിക്ലറേഷൻ അനക്ഷർ 16 എന്ന് പറഞ്ഞ ഈ ഡിക്ലറേഷനും ആ ഹാൻഡ് ബുക്കിലുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്, ഇതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. താങ്ക് യു.